ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കാതെ സർക്കാർ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നിയമനം നടത്താത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇംഗ്ലീഷ് ഭാഷാ പഠനവും ഇതോടെ അവതാളത്തിൽ ആവുകയാണ്. ഇംഗ്ലീഷ് ബിരുദത്തിൽ അധ്യാപക പരിശീലനം നേടിയവർ തന്നെ ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന മാനദണ്ഡമാണ് ലംഘിക്കപ്പെടുന്നത്. ഹൈക്കോടതി കർക്കശമായ നിർദ്ദേശം നൽകിയിട്ടും നടപ്പിലാക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. 2021 ഇതു സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്. ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചപ്പോൾ ആ കോടതിയിൽ 2022-23 അധ്യയന വർഷത്തിൽ തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് തസ്തിക സൃഷ്ടിക്കുമെന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ്. അതോടൊപ്പം തന്നെ അത് നടപ്പിലാക്കാതെ വന്നപ്പോൾ വീണ്ടും 2023 കോടതി അലക്ഷ്യം വന്നപ്പോൾ അത് 2023-24 അധ്യയന വർഷം നിർബന്ധമായും ഇംഗ്ലീഷ് കോർ സബ്ജക്റ്റിൽ മാറ്റി ഇംഗ്ലീഷ് ഭാഷയായി പരിഗണിച്ചുകൊണ്ട് തസ്തിക നിർണയിക്കുമെന്ന് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയെങ്കിലും 2024-25 വർഷം അധ്യയന വർഷം ആരംഭിച്ച ഈ സാഹചര്യത്തിൽ പോലും അതിനുള്ളൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. 2022-23 തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് തസ്തിക സൃഷ്ടിക്കുമെന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ്. 2023 കോടതി അലക്ഷ്യം ഫയൽ ചെയ്തതിനെ തുടർന്ന് സർക്കാർ വീണ്ടും സത്യവാങ്മൂലം നൽകി. 2023-24 അധ്യയന വർഷത്തിൽ തസ്തിക സൃഷ്ടിക്കുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ പുതിയ അധ്യയന വർഷം തുടങ്ങി ആഴ്ചകൾ പിന്നിടുമ്പോഴും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇംഗ്ലീഷ് അധ്യാപക റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി കാത്തിരിക്കുന്ന നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവിയും ഇതോടെ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. ജനം, കോഴിക്കോട്.